നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനവർ അച്ഛനെ തല്ലി എന്തിനാ? മാനസിയെ കൊല്ലൊന്നും പറഞ്ഞ അവളെ ദേഹോപദ്രവം ചെയ്യാൻ പോയപ്പോഴാ ഞാൻ അവരെ തടഞ്ഞേ. അവളൊരു ഗർഭിണിയല്ലേടാ. എന്താ മനസ്സ് ഇതൊക്കെ? ആരൊക്കെ അവര്? ഞാൻ പറഞ്ഞിട്ടില്ലേ സൂര്യ, സുനിൽ ശർമ്മയെ കുറിച്ച്. അയാള് ദുബായ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്നെ കാണാൻ നാട്ടിലേക്ക് വന്നു എന്ന് അവര് പറയുന്നത്. സൂര്യ, എനിക്ക് അയാൾ എവിടെയാന്ന് അറിയില്ല. നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് അയാളോട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. ഈ മണിശർമ്മയുടെ അനുജനാണ് അയാളെന്നല്ലേ പറഞ്ഞിരുന്നത്? രണ്ടാളും സഹോദരങ്ങളൊക്കെ തന്നെയാ, അനുജന്റെയും ജ്യേഷ്ഠന്റെയും മക്കള്. അതെ സൂര്യ, മണി ശർമ്മയുടെ ഇളയച്ചനാ മഹേന്ദ്ര ശർമ്മ. അവരുടെ പണം തിരിച്ചു കൊടുത്തോടെ പ്രശ്നങ്ങൾ തീർന്നിരുന്നതാ. നിങ്ങൾ കൂടുതൽ സംസാരിക്കണമെന്നില്ല. നിങ്ങളൊക്കെ ഈ വീട്ടിൽ കയറിയ ആ നിമിഷം മുതൽ വീണ്ടും ഇവിടെ ശനി തുടങ്ങിയിരിക്കുക. ഭാവനയ്ക്ക് വേണ്ടി എവിടെയൊക്കെ തിരയുന്നുണ്ടെന്നറിയോ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നടക്കുന്ന എന്താണെന്ന് കണ്ടോ? ഒരാളെ ഞാൻ വച്ചേക്കില്ല. അവരോട് വന്നതും നമ്മളെ ഭീഷണിപ്പെടുത്തിയതെല്ലാം ചേർത്തിട്ട് ഇപ്പൊ തന്നെ ഒരു കംപ്ലൈന്റ് കൊടുക്കുമോനെ. ഇവരാരും അറിയാതെ ഭാവന എങ്ങോട്ടും പോവില്ല സാർ. അയ്യോ, ഭാവന എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല സൂര്യ. ഞങ്ങൾ അറിയാത്ത കാര്യത്തിന് ഞങ്ങളെ വെറുതെ സംശയിക്കരുത്. എനിക്കെല്ലാരും നല്ലതുപോലെ അറിയാം. മാനസയെ കരുതിയിട്ടാ ഞാനൊന്നും പറയാത്തത്. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. മാനസ, നിന്റെ കയ്യിൽ ആ സുനിൽ ശർമ്മയുടെ ഫോട്ടോ ഉണ്ടോ? ഉണ്ട് സൂര്യ. എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്ക്. അവന്റെ അച്ഛന്റെ അമ്മയുടെയും ഫോട്ടോ ഉണ്ടെങ്കിൽ അതുകൂടി അയച്ചു.